ഹലോ, അപ്പോൾ എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ പണ്ട് ചാനലിൽ ചിയ സീഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ വീഡിയോൻ്റെ താഴത്ത് വന്ന ഒരു ഡൗട്ടിനുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോ. ആൾക്ക് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു. പക്ഷേ ബാക്കിയുള്ളവർക്കും കൂടെ ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ചിയ സീഡ്സ് കഴിക്കാമോ എന്നുള്ളത്. അതിൻ്റെ ആൻസർ ഞാൻ പറയാം, ഒപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. സോ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്ക് ടു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഇതാണ്: തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ചിയ സീഡ്സ് കഴിക്കാം. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഒന്നുമല്ല. മറിച്ച് ഈ ചിയ സീഡ്സ് ഫൈബർ റിച്ച് ആണ്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ് ചിയ സീഡ്സ്. പക്ഷേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിയ സീഡ്സ് ഒരിക്കലും ഈ മെഡിസിന് പകരമാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തൈറോയ്ഡ് മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളത് വെറും വയറ്റിലാണ് കഴിക്കുന്നത് അല്ലേ. എപ്പോഴും നമ്മൾ തൈറോയ്ഡ് മെഡിസിൻസ് കഴിക്കുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. കാരണം അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഈ മെഡിസിൻ എടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴികെയുള്ള ബാക്കി എന്ത് തന്നെയാണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. അത് ചായ ആണെങ്കിലും ഡീടോക്സ് ഡ്രിങ്ക്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും തൈറോയ്ഡ് മെഡിസിൻ എടുത്തിട്ട് ഒരു 1 അവർ ഗ്യാപ്പ് വെക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ആൻഡ് ഇതേ പോയിന്റ് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ചിയ സീഡ്സും യൂഷ്വലി നമ്മൾ എടുക്കുന്നത് എപ്പോഴാണ്? വെറും വയറ്റിലല്ലേ. നമ്മൾ ഡയറ്റൊക്കെ അഡ്വൈസ് ചെയ്യുമ്പോഴത്തേക്കും വെറും വയറ്റിൽ ഡീടോക്സ് ഡ്രിങ്ക്സിൽ ആഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാനായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷേ ഈ ചിയ സീഡ്സിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ, അതായത് തൈറോയ്ഡ് മെഡിസിൻ്റെ ഒപ്പം ഇത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ ഇത് ഹാമ്പർ ചെയ്യും. സോ നിങ്ങൾ തൈറോയ്ഡ് മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ തൈറോയ്ഡ് മെഡിസിൻ കഴിച്ച് ഒരു 1 അവറിന് ശേഷം മാത്രം ചിയ സീഡ്സും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. സീ യു സൂൺ. ബൈ.